എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അച്ചപ്പം മലയാളികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ, കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ. അപ്പോൾ ഇന്ന് നമുക്ക് അച്ചപ്പം തയ്യാറാക്കുന്ന എൻ്റെ അമ്മയാണ്. നാട്ടിൽ പോയപ്പോൾ അമ്മയെക്കൊണ്ട് ഉണ്ടാക്കിയൊരു സ്നാക്കാണിത്. അപ്പോൾ നമ്മൾ ഈ അച്ചപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അച്ചപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1 കിലോ പച്ചരി ഒരു 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഇതുപോലെ വെള്ളം തോരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കിഴുത്തുള്ള പാത്രത്തിലാണ് ഇത് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ പൊടിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് നൈസായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലോ അല്ലെങ്കിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ മില്ലിലോ കൊടുത്ത് പൊടിപ്പിക്കാവുന്നതാണ്. പൊടിച്ചതിന് ശേഷം ഇത് ചെറിയ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ തരികളൊട്ടും തന്നെ ഇല്ലാതെ കിട്ടും. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ അച്ചപ്പം തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ അച്ചപ്പം ഇവിടെ തയ്യാറാക്കുന്നത് മുട്ടയൊക്കെ വെച്ചിട്ടാണ്. ഇനി വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പകരം. അപ്പോൾ ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 7 മുട്ടയാണ്. അപ്പോൾ മുട്ടയുടെ അളവ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, കാരണം 1 കിലോ അരിക്ക് വേണ്ടിയിട്ടുള്ള അത്രയും മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടയല്ല, നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്ന മുട്ടയാണ്. അപ്പോൾ ഈ മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ അച്ചപ്പത്തിൽ ആവശ്യത്തിനുള്ള മധുരവും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അച്ചപ്പത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചേരുവ എന്ന് പറയുന്നത് ജീരകമാണ്. അപ്പോൾ ജീരകം ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാമെന്നാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു തവിയിലൊരു 3 തവി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 2 തവി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര തരികളൊക്കെ ഉള്ളതാണെങ്കിൽ നന്നായിട്ട് അലിഞ്ഞ് വരുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്യണം. അപ്പോഴാണ് ആച്ചപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അച്ചപ്പം തയ്യാറാക്കി എടുക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ അരിപ്പൊടി മാത്രമല്ല, മൈദ വെച്ചിട്ട് നിങ്ങൾക്ക് അച്ചപ്പം തയ്യാറാക്കാം. അപ്പോൾ പകുതി മൈദയും പകുതി അരിപ്പൊടിയും എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു അച്ചപ്പം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അച്ചപ്പത്തിൻ്റെ മാവ് ഇതുപോലെ നല്ലൊരു കട്ടി പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിലാണ് ഈ ഒരു മാവ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയിൽ വേണം മാവ്. ഒരുപാട് ലൂസായി പോയാൽ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വരില്ല. ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് വലിയ പാത്രം എടുത്തത്. അപ്പോൾ ഇതിനി നമ്മൾ ഒരു 2 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേണ്ടിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് അച്ചാണ്. അപ്പോൾ ഇതുപോലെ 2 അച്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഈ അച്ച് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം തന്നെ കഞ്ഞിവെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ അച്ചപ്പം ഇതിൽ നിന്ന് ഇളകി വരും. അപ്പോൾ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടി എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് നമ്മൾ ഈ അച്ച് ഇട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ മാവ് ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ നല്ല കുറുകിയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെക്കുമ്പോൾ ഇതൊന്നുകൂടെ കുറുകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിത് അച്ചപ്പം ആക്കിയെടുക്കാം. അപ്പോൾ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ അച്ച് എണ്ണയിലിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതിന് ശേഷമാണ് ഇതിലേക്ക് മുക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് മുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അച്ച് ഒരുപാട് മുങ്ങിപ്പോകരുത്. അതായത് മുഴുവനും അതിൽ മുങ്ങിപ്പോകരുത്. ഒരു 3/4 ഭാഗം മാത്രം ഇതിലേക്ക് മുക്കുക.
അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നല്ല ചൂടായി കിടക്കുന്ന അച്ച് ഈ ഒരു മാവിലേക്ക് ഒരു 3/4 പരുവമാകുന്നവരെ മുക്കിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇത് മുഴുവനും മുക്കിയിട്ടില്ല, 3/4 പരുവം. അത് പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈവച്ചിട്ട് ഇങ്ങനെ കുലുക്കുമ്പോൾ തന്നെ ആ ഒരു അച്ചപ്പം അച്ചിൽ നിന്ന് താഴേക്ക് വീഴും. അപ്പോൾ ആദ്യത്തെ അച്ചപ്പമാണിത്. അപ്പോൾ ആദ്യം കുറച്ച് പാടായിട്ട് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ അച്ചപ്പം കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാം ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത അച്ചും ഇതുപോലെ ഈ ഒരു മാവിലേക്ക് നമ്മൾ മുക്കി കൊടുക്കുകയാണ്. മുഴുവനും മുങ്ങിപ്പോയാൽ ഈ അച്ചപ്പം നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റില്ല, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ മറ്റേ അച്ചപ്പം ഒന്ന് തിരിച്ചു കൊടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ഇതുപോലെ കുലുക്കി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇത് പുറത്തേക്ക് വീഴും. എന്നിട്ട് വീണ്ടും അച്ച് എണ്ണയിൽ തന്നെ ഇട്ട് ചൂടാക്കുക. അപ്പോഴാണ് നമ്മുടെ ഈ മാവ് അതിലേക്ക് പിടിച്ചിട്ട് നന്നായിട്ട് വരിക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അച്ച് തലേദിവസം തന്നെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് എണ്ണയൊക്കെ തടവി ഒന്ന് വെക്കുകയാണെങ്കിലും നല്ല പെട്ടെന്ന് തന്നെ അച്ചപ്പം ഇളകി വരും. അപ്പോൾ നമ്മളിനി ഒരു അച്ചപ്പം റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഓണത്തിന് വീട്ടിൽ ഉണ്ടാക്കിയ ഒരു പലഹാരമാണ് അച്ചപ്പം. അപ്പോൾ ഞാൻ സൈഡിൽ നിന്ന് വീഡിയോ പിടിച്ചതേ ഉള്ളൂ. ഒരുപാട് പ്രൊഫഷണലായിട്ട് പിടിക്കാൻ പറ്റില്ല. നമ്മൾ ഡെയിലി ചെയ്യുന്ന രീതിയിലല്ല, കുറച്ച് പരിമിതികളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് അച്ചപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്